ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളെ എറണാകുളത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ബീച്ചിക്കൊക്കെ പോകണം പറഞ്ഞിനി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ്. ഇപ്പൊ ഞങ്ങൾ ചേറായി ബീച്ചിക്ക് പോകുകയാണ്. വണ്ടിയിലൊക്കെ സാധനങ്ങൾ നിറഞ്ഞിട്ട്. അപ്പം മറ്റോലൊക്കെ കുഞ്ഞായിൻ്റെ ഒക്കെ വണ്ടിയിലോലും ഉണ്ട്. ഒരു മുന്നിലോ ബാക്കിലൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഞങ്ങൾ ഒറ്റക്കുള്ളൂ. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പം ഇച്ചും സോനുവിനും നല്ല പരിചയമുള്ള മാതിരി. പിന്നെ കുറേ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ പണ്ട് മദ്രസിന് ടൂർ തന്നെയാണ് ഇങ്ങോട്ട്. അപ്പം ഇതിലൊക്കെ പോയിനി. ആ ഒരു ഓർമ്മയാണ്. അപ്പം ഞങ്ങൾ ഇന്നാൾ ടൂർ വന്നപ്പം ഇതിലൊക്കെ ബോട്ടിലൊക്കെ പോയിനി. ഞങ്ങളത് ഇനുവിനോടൊക്കെ പറഞ്ഞപ്പം ഒരു കാലം കൊയ്തയിക്കണേ. നല്ല രസമാണ് ഇവിടെ നേരിട്ട് കാണാൻ. അപ്പുറത്തും ഇപ്പുറത്തും കായൽ, നടുക്കൂടിയാണ് റോഡ്. നല്ല രസമുണ്ട്. ഞങ്ങളങ്ങനെ ചേറായി ബീച്ചിലെത്തിക്കോ. അപ്പം പാർക്കിങ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. പാർക്കിങ് ഫീസൊക്കെ ഉണ്ട്. പിന്നെ കുറേ അപ്പൻ്റെ ഒക്കെ വണ്ടി, കുഞ്ഞൻ്റെ ഒക്കെ വണ്ടിയൊക്കെ നോക്കി. അപ്പം ഞങ്ങൾ നിർത്താൻ പോയത് തന്നെ ഓരോ വണ്ടി നിർത്താൻ. കടൽ കണ്ടപ്പോൾ നിച്ചുവിന് ഭയങ്കര സന്തോഷം. ഒക്കെ ഇറങ്ങണോ എന്തൊക്കെയാ കാട്ടണോ അറിയില്ല. അങ്ങനെ എനിച്ചു നല്ല സന്തോഷമായിക്കണോക്ക്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടോ തോന്നുന്നുണ്ട് നല്ല തിരക്കുണ്ട്. ഇപ്പം കുഞ്ഞായൊക്കെ നേരത്തെ എത്തീനി. ഓലവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർക്ക് പോയി. ഫസ്റ്റ് തന്നെ കുട്ടി അവിടുന്നേ കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി കാട്ടണേനി. അപ്പം ഫസ്റ്റ് ഓളെ കടലിക്ക് ഇറക്കിയേക്കുമ്പോൾ തിരിച്ച് കയറണില്ല. വെള്ളം കണ്ടോക്കുമ്പോൾ ഓക്കതിന് വരാൻ തന്നെ പൂതില്ല. കാക്കു കുറേ എടുത്തു നോക്കി. ഓൾ തിരിച്ച് അങ്ങോട്ട് തന്നെ ചാടാണ്. ഭയങ്കര കരച്ചിലേനി. ഭയങ്കര ഇഷ്ടേനി. ഫസ്റ്റ് ഞങ്ങൾ കടലിലേക്ക് നോക്കും. എന്നോട് കുറച്ച് ചെറുതേനല്ലോ. ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി. അപ്പോൾ ഭയങ്കര പേടിയേനി വെള്ളം തട്ടിക്കോളും. അപ്പോൾ പിന്നെ പോരുന്നില്ല. ഇച്ച് നല്ല പേടിയുണ്ടായിനി കടലിലേക്ക് പോകാൻ. പിന്നെ കാക്കു വലിച്ച് കൊണ്ടുപോയി. കുറച്ച് കടലിൻ്റെ ഉള്ളിലേക്ക് കുറച്ചൊക്കെ പോയി. ഞാൻ ആദ്യമായിട്ടാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റേതായിട്ടുള്ള പേടി നല്ലോണം ഉണ്ട്. പിന്നെ കാക്കൊപ്പം ഉണ്ടായതുകൊണ്ട് ഒരു ധൈര്യമൊക്കെ ഉണ്ട്. പിന്നെ കാക്കാണെങ്കിലോ ഇറങ്ങി നോക്കുമ്പോൾ കയറുന്നില്ല. കുട്ടീനും കാട്ടിലും കട്ടയിനി. പിന്നെ സോനു ഒഴിച്ച് ഇനും അനുവും ഓലെ രണ്ടാളും ഞങ്ങൾ ഇതേമാതിരി ഒപ്പം കൊണ്ടുപോയിനി കടലിൻ്റെ കുറച്ച് വരെ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാൻ ആളില്ലേനി. കുട്ടീനെ സോനു പിടിച്ചൊക്കേനി. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തേനി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഓലൊക്കെ ഇറക്കി. എല്ലാവരും ആദ്യമായിട്ടാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. കടൽ കണ്ടിക്കണേ, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഇനി പിന്നെ ഇറങ്ങി. നല്ല രസമുണ്ടേനി. ഇറങ്ങി നോക്കുമ്പോൾ ആർക്കും പോരാൻ പൂതില്ലേനി. പിന്നെ എല്ലാവരും കുറേ വിളിച്ച് ഇതാക്കിയപ്പോഴാണ് എല്ലാവരും കടലിന് കയറിയത്. കുഞ്ഞായി അപ്പാപ്പയും കുട്ടികളും ഓലൊക്കെ കടലിലേക്ക് ഇറങ്ങിക്കണം. ആ കുട്ടികളും ഞങ്ങൾ കൊണ്ടുപോയിട്ടോ. പക്ഷെ ഓലൊന്നും അധികം ഞങ്ങൾ ഇറങ്ങി എത്രയൊന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് കുറേ ദൂരത്തേക്ക് കൊണ്ടുപോയി. ഇമ്മച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ട് പേടിയാവുണ്ടേനി. ഇമ്മച്ചി അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് പോവണ്ട. ഞങ്ങൾക്ക് ഈ എറണാകുളം ട്രിപ്പിൽ മുതലയക്കണത് ഈ ചേറായി ബീച്ചാണ്. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിക്കണേ. പിന്നെ ഞങ്ങൾ കയറുന്നത് ഒരു 5 മണി, വൈകുന്നേരം 5 മണിയൊക്കെ അയക്കണേ.
അതന്നെ എല്ലാവരും ആപ്പാപ്പി ഇമ്മച്ചൊക്കെ വിളിച്ചിങ്ങനെ ഇതാക്കിയപ്പം കയറിയതാണ്. ആർക്കും അതിന് കയറിപ്പോരാൻ പൂതില്ലേ. പിന്നാണ് പോവണ്ടേ വിചാരിച്ച് പോകുന്ന കുറേ ദൂരല്ലേ എന്നൊക്കെ പറഞ്ഞാണ്. കാക്കു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് പോകല്ലേ എന്ന്. പിന്നെ ഇനൂനും അനൂനും അതിനാണ് പോരാൻ പൂതില്ലേ ഇനി. ഞങ്ങളെ തൊട്ടടുത്തൊന്നും ആൾക്കാരില്ലേ ഇനി, അതുകൊണ്ടാണ് ഞാനും അനീനും ഒക്കെ കടലിലേക്ക് ഇറങ്ങിയത്. ആൾക്കാരെ കാണുമ്പോൾ ഒരു മടിയില്ല. ഞങ്ങൾ അപ്പുറത്തേന് കുറേ ആൾക്കാരുണ്ടായിന്, കൂട്ടം കൂടി നിൽക്കണം. ഞങ്ങൾ നിന്നോടത്ത് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല, ഞങ്ങളൊന്നും ഇല്ലേനി. അപ്പം ഇത് കുറച്ചപ്പുറത്തുള്ള ആൾക്കാരാണ്, ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ട്. ആപ്പാപ്പ നിച്ചുവിന് തൊപ്പി മാലി പിന്നെ കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുത്ത് ഓക്ക് മുതലായി എന്തായാലും. നമുക്ക് പോകുമല്ലേ അപ്പൊ ഞങ്ങൾ ഓലോടൊക്കെ യാത്ര പറഞ്ഞ് കായലിന്റെ നടുവ് കൂടെ നേരെ വീട്ടിലേക്ക് പോകുന്നേ. വേറെ എവിടെയും കയറിയില്ല, അല്ലെങ്കിൽ തന്നെ നേരം വൈകിക്കുള്ള പറയുന്നുണ്ട്. ഉപ്പ തിരിച്ച് തന്നെ 12 മണി ഒക്കെ ആവും രാത്രി എത്താനെന്നൊക്കെ പറയുന്നുണ്ട്. പോയപ്പോഴത്തെ സാറ് പോന്നപ്പോൾ ആർക്കും ഇല്ല, എല്ലാവരും സൈഡയക്കണ്. കാക്കു തന്നെ മാപ്പ് നോക്കി പോവുകയാണ്. കാക്കുവിന് നേരെ വഴി അറിയില്ല, അപ്പം മാപ്പ് ഒക്കെ നോക്കിയാണ്. ഇപ്പോൾ പോണ വഴിക്ക് ഇവിടെ എന്തോ ഉണ്ട്, ഫെസ്റ്റിവലോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്ത്, അല്ലാതെ ഇപ്പോൾ കയറിയിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ചേറായി ബീച്ചിക്ക് പോയിട്ടുള്ളൂ, അതിനുള്ള ടൈമുള്ളൂ. അപ്പം ഇവിടെയൊക്കെ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഒരു ഏകദേശം ഓരോ കിലോമീറ്റർ ഇടവിട്ട് കുറച്ച് പാലത്തിൻ്റെ പകുതി ഉണ്ടാക്കി വെച്ചിരിക്കണ്. ഞങ്ങൾ പോയ വഴിക്കല്ല തിരിച്ചു പോയിരുന്നത്. കാക്കു പറഞ്ഞു ഇതിലാണ് സിമ്പിള് എന്നൊക്കെ. അപ്പം ഫ്രണ്ട്സ്, ഞങ്ങൾ പോയൊക്കെ വന്ന് ഇന്നലെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, അപ്പം ഇന്നാണ് എടുക്കണത്. ഇന്നലെ ഇന്നാണ് കിടന്നൊക്കെയാണ്, വേറെ എന്തും നോക്കാമല്ലേ. നേരല്ലേ ഇനി 11:15 കഴിഞ്ഞ് എത്തിയപ്പം. അപ്പം കാക്കു ഇവിടെ നിന്നൊക്കെ ഇന്നിപ്പോൾ രാവിലെ പണിക്ക് ഇവിടുന്ന് പോയിക്കുക. എല്ലാവരും ആകെ കുഴങ്ങി ഉറക്കം വന്ന് ഇതായിനി. അങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും അവൾക്ക് പോകണ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഭയങ്കര ഇതായി നിൽക്കേനി. ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ഉറക്കം തൂങ്ങിക്കൊണ്ടേനി, ഉറങ്ങിക്കൊണ്ട് ഒന്ന് കടന്നുറങ്ങിയേക്കാണ് എല്ലാവരും. അപ്പം ഞങ്ങൾ അടിച്ച് പൊളിച്ച് വന്ന് നല്ല രസമുണ്ടായിന്. അപ്പം ഇതൊക്കെയാണ് നിച്ചുവിന് ആപ്പാപ്പ വാങ്ങിക്കൊടുത്ത സാധനങ്ങൾ. അപ്പം ഓക്കെ എന്തായാലും എറണാകുളം ട്രിപ്പ് മുതലായിക്കണ്. നീച്ചു ഉറങ്ങി നീച്ചിട്ട് തന്നെ അല്ല, ഇന്നലെ ഓളും ഉറങ്ങിയപ്പോൾ കുറേ നേരമായിക്കണ്. അപ്പം ഞോള് നീച്ചിട്ട് വേണം ഇതൊക്കെ ഒക്കെ ഒന്ന് കൊടുക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഞങ്ങൾ എറണാകുളം പോയ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.